ഞമ്മക്കോ ഈറ വരാതെ ഇരിക്കൂല. അങ്ങനെയാണ്. നമ്മൾ സ്പൂണ് വീണാൽ മതി അടുക്കളയിൽ യുദ്ധം ഉണ്ടാക്കും. പ്ലേറ്റാ വീണ വെച്ചാൽ യുദ്ധത്തുമ്മല യുദ്ധം ഉണ്ടാക്കും. അങ്ങനെയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് ഈറ വരില്ല, ദേഷ്യം പിടിക്കില്ല. അതാണ് മഹാനവറുകളുടെ പ്രത്യേകത. രണ്ടാമത് ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു പ്രത്യേകതയുണ്ട്, ദാനശീലനാകുന്നു എന്നതാണ്. വലിയ ധർമ്മിഷ്ഠനാണ്. തെങ്ങിൻ്റെ ചോട്ടൊക്കെയാണ് ഇരിക്കണത് അല്ലേ, തേങ്ങ ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പം നോയിക്കാളി മേലക്ക് ഇട്ടാ തലൻ്റെ മേലക്ക്. പ്രാർത്ഥിക്കുവാൻ പത്തതബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. 10 നിബന്ധനയുണ്ട് ദ്വാരക്കാനെന്നാണ്. വിഷയം മാറുന്നുണ്ട്. 10 നിബന്ധന ദ്വാരക്കാണ്ട്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്. മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട് എന്നാണ്. അപ്പോൾ മഴ പെയ്താൽ നമ്മളപ്പോൾ തുറക്കും. കാറ്റ് പെട്ടതല്ല കേട്ടോ, മഴയാണ്. തങ്ങളെ നോയിക്കോളി. ആ മാലടാൻ കുറച്ച് വൈകിയെന്ന് പറഞ്ഞാൽ. അപ്പം നോക്കിയെല്ലാവരും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകത, വയലതിൻ്റെ ഇടയിൽ കൂടെ ശ്രദ്ധിക്കും. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകത സമാധാനപ്രിയനാണ്, ദേഷ്യം പിടിക്കാത്ത ആളാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ദാനശീലനായിരുന്നു എന്നതാണ്. ഈ ദാനശീലം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. ധർമ്മം കൊടുക്കണമെങ്കിൽ പൈസ ഉള്ളവർക്കേ നടക്കുള്ളൂ, അല്ലാത്തവർക്ക് നടക്കൂലല്ലോ. ദാനശീലം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല, ദാനശീലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. പിന്നെ തെങ്ങുംപട്ട ചതിക്കൂല എന്നൊക്കെയാണ് പറയല്. തല കാത്തോളി എല്ലാവരും.